ഹായ് ഓൾ. തേർഡ് സെമസ്റ്ററിലെ ബിസിനസ് റെഗുലേഷനിലെ സൈബർ ലോസ് എന്ന ചാപ്റ്ററിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊമേഴ്സിനെ പറ്റിയിട്ടും സൈബർ ലോ അതുപോലെ IT ആക്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ക്ലാസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഇസ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്, അതുപോലെ സൈബർ സ്പേസ് എന്താണ്, വാട്ട് ആർ ദി സൈബർ ക്രൈംസ് ആൻഡ് ഇലക്ട്രോണിക് കോൺട്രാക്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇനിയുള്ള ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഷോർട്ട് ആൻസർ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഏരിയാസാണ് വാട്ട് ഇസ് ഡിജിറ്റൽ സിഗ്നേച്ചർ, അതുപോലെ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് കോൺട്രാക്ട്സ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ അതിന് മുമ്പേ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് തേർഡ് സെമസ്റ്ററിൽ ഓൾറെഡി FIUGPന് മുമ്പുള്ള കുട്ടികൾ പഠിച്ചിരുന്ന പേപ്പർ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നേരം റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ഇസ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക് വേൾഡ്, അതായത് ഇൻ്റർനെറ്റും ഇലക്ട്രോണിക് ഡിവൈസസും യൂസ് ചെയ്തിട്ടുള്ള വേൾഡിൽ മാനുവലി ഉള്ള സിഗ്നേച്ചറും അതുപോലെ മാനുവലി ഉള്ള ഡോക്യുമെൻറ്റേഷൻ, പേപ്പർ വർക്ക്സ്, ഇതൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഫീൽഡും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒതൻറ്റിക്കേഷൻ, ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ ആര് സൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൽ സൈൻ ചെയ്തിരിക്കുന്ന പേഴ്സൺ ആരാണ് എന്നുള്ള രീതിയിലാണ് ഒരു ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി നമ്മൾ പറയാം. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ചെക്കിലൊക്കെ നമ്മൾ പണ്ട് സൈൻ ചെയ്യുക എന്ന് പറയുന്നത്, സൈൻഡ് ചെക്ക് എന്ന് പറയുന്ന ഒരു വാലിഡ് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ ഈ സൈൻ അല്ലെങ്കിൽ സിഗ്നേച്ചർ എന്ന് പറയുന്നതും ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ നോർമലി ഒരു മാനുവൽ സിഗ്നേച്ചറിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ എന്തിനുണ്ട്, ഡിജിറ്റൽ സിഗ്നേച്ചറിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്. ഇറ്റ് ഈസ് used in order to validate the authenticity and integrity of a digital message or a document. ഒരു നോർമൽ മെസ്സേജ് ഒരു നോർമൽ ഡോക്യുമെൻറ്റിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവലി സൈൻ ചെയ്യുന്ന അതേ പർപ്പസ് തന്നെയാണ് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറും ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്കാണ്. ആൻഡ് അതെന്തിനു വേണ്ടിയിട്ടാണ്, ഒരു പർട്ടിക്കുലർ മെസ്സേജ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഡിജിറ്റൽ സിഗ്നേച്ചർ ഇലക്ട്രോണിക്കലിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ കൂടെ ഒരു മെസ്സേജിൻ്റെ കൂടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് വൺസ് നമ്മൾ ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ ഒരിക്കലും മോഡിഫൈ ചെയ്യാനോ മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാനോ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്ക് അതിൻ്റെ കൂടെ ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മെസ്സേജിൻ്റെ ഒതൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും, അതുപോലെ ഇത് കിട്ടുന്ന അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡിജിറ്റൽ സിഗ്നേച്ചറുള്ള ഡോക്യുമെൻ്റ് കിട്ടുന്ന ആൾക്ക് ആ ഒരു പർട്ടിക്കുലർ മെസ്സേജ് അത് ഒരു വിശ്വാസയോഗ്യമായ മെസ്സേജാണ് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ അയക്കുന്ന ആളുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അയക്കുന്ന ആളുടെ സിഗ്നേച്ചർ കറക്റ്റായിട്ട് റെസിപ്പിയൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ് അയാൾ അയക്കുന്ന മെസ്സേജ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി അയക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻഡർക്ക് അതുപോലെ സെൻഡർ റിസീവറും തമ്മിലുള്ള ഒരു റിലേഷൻ കുറേ കൂടി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇവർ രണ്ടു കൂട്ടരും തമ്മിലുള്ള വിശ്വാസ്യത അവിടെ വളരെയധികം കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹി വാണ്ട് ടു രജിസ്റ്റർ, ഒരു പർട്ടിക്കുലർ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് അവിടുന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന റെലവൻറ്റ് അതോറിറ്റിയിൽ നിന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണം. അങ്ങനെ മാത്രമേ ഒരാൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോർമലി ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റും അതുപോലെ അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന്
പെട്ടെന്ന് മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ നോർമൽ സിഗ്നേച്ചർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു വാലിഡേറ്റ് ഓർ ഇൻ ഓർഡർ ടു എൻഷുവർ ദ ഒതൻറ്റിസിറ്റി ഓഫ് എ മെസ്സേജ് ഓർ എ ഡോക്യുമെൻറ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ബ്രീഫായിട്ടൊരു കാര്യം കൂടി നോക്കുന്നുണ്ട്. ഹൗ ദ ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ നോർമലി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പബ്ലിക് കീയും അതുപോലെ ഒരു പ്രൈവറ്റ് കീയും യൂസ് ചെയ്തിട്ടാണ്. നമ്മളതിനെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നാണ് പറയുക. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പെയർ ഓഫ് കീസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2 തരം കീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് എന്തായിരിക്കും? ഒരു പബ്ലിക് കീ ആയിരിക്കും ആൻഡ് ദ അതർ ഇസ് എ പ്രൈവറ്റ് കീ. ഈ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് നോർമലി എന്താണ്? ഈ മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പം പബ്ലിക് കീയും പ്രൈവറ്റ് കീ 2 തരം കീ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പ്രൈവറ്റ് കീ എപ്പോഴും ആരാണ്? ഒരു സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും പ്രൈവറ്റ് കീ. ആൻഡ് പബ്ലിക് കീ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ 2 പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ നോർമലി 2 ഡിഫറെൻറ്റ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിന് 2 തരത്തിലുള്ള കീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കീസും തമ്മിൽ ദർ ഇസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ. അപ്പോൾ ഈ 2 കീസും യൂസ് ചെയ്തിട്ടാണ് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്യുന്നത്? വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഡിജിറ്റൽ സിഗ്നേച്ചർ വൺസ് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സെൻഡർക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ റെസിപ്പിയൻറ്റിന്, അത് ആർക്കാണോ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ അയച്ചു കൊടുക്കുന്നത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ കയ്യിലിരിക്കുന്ന പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് ഈ സിഗ്നേച്ചർ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് അയച്ച ആൾ അയാളുടെ അയാൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ആണോ അയച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ആർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും? റെസിപ്പിയൻറ്റിന് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ യൂസ് ചെയ്യുന്നത്. അതങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ബ്രീഫ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോണിക് കോൺട്രാക്ട്സ് ആണ്. അപ്പോൾ നോർമലി ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? മെയിനായിട്ടും നമുക്ക് കോൺട്രാക്റ്റ് ആക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ആക്റ്റ് എന്ന് പറയുമ്പം നോർമലി മാനുവലി ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ കോൺട്രാക്ട്സ് എന്ന് പറയും. അപ്പോൾ നോർമലി നമ്മുടെ പണ്ടത്തെ, അതായത് 1872 കോൺട്രാക്റ്റ് ആക്റ്റിൽ എന്തില്ലായിരുന്നു? ഇലക്ട്രോണിക് കോൺട്രാക്ട്സിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. കാരണം എന്താണ്? അത് നമ്മുടെ ലോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു കോൺട്രാക്റ്റ് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺട്രാക്റ്റ് ആക്റ്റിൽ ഈ ഇലക്ട്രോണിക് കോൺട്രാക്ട്സിനെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. പക്ഷേ IT ആക്റ്റിൽ എന്ത് പറയുന്നുണ്ട്? നമ്മുടെ ഇലക്ട്രോണിക് കോൺട്രാക്ട്സിനെ കുറിച്ച് കൃത്യമായിട്ട് ഉള്ള ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ IT ആക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ IT ആക്ട് പ്രകാരം ഇലക്ട്രോണിക് കോൺട്രാക്ട്സും ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആക്കിയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. നോർമലി ഞാനിവിടെ IT ആക്ടിൻ്റെ ഇയർ കൊടുത്തിരിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. IT ആക്ട് 2003 അല്ല, IT 2000 ആണ്. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ഈ പറയുന്ന IT ആക്ട് 2000ൻ്റെ സെക്ഷൻ 10A പ്രകാരമാണ് ഇലക്ട്രോണിക് കോൺട്രാക്ട്സിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഒരു നോർമൽ കോൺട്രാക്റ്റ് എങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് കോൺട്രാക്റ്റ് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന സെക്ഷൻ 10A പറയുന്ന പ്രകാരം ഒരു കോൺട്രാക്റ്റ് that a contract formation, the communication of proposals, the acceptance of proposal, the revocation of proposal are expressed in electronic form by means of an electronic record. Such contract are enforceable at law. അപ്പോൾ ഈ സെക്ഷൻ 10A ഓഫ് IT ആക്ട് 2000 പ്രകാരം എന്താണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റ് അത് ഫോർമേറ്റ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അക്സെപ്റ്റൻസ് നടത്തുന്നതും അതുപോലെ അത് പിൻവലിക്കുന്നതും ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഒരു ഇലക്ട്രോണിക് കോൺട്രാക്റ്റ് ആക്ട് പറയാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സബിൾ അറ്റ് ലോ. നിയമത്തിൻ്റെ പ്രാബല്യമുള്ള അല്ലെങ്കിൽ നിയമത്തിൻ്റെ സപ്പോർട്ടുള്ള ഒരു കോൺട്രാക്റ്റ് തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് കോൺട്രാക്ട്സ് എന്താണ്, അല്ലെങ്കിൽ ഈ കോൺട്രാക്ട്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ കോൺട്രാക്റ്റ്
the formation of the contract, the communication of the proposals in the contract, the acceptance of the proposal, the revocation of proposal are expressed in electronic form. ഇലക്ട്രോണിക് ഫോമിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, മാനുവൽ ഫോമിലായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കോൺട്രാക്ട്സിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. E-contract serves a lot of time as the parties are not required to come together. They can carry out their discussion through online medium. നമുക്ക് ഇലക്ട്രോണിക് കോൺട്രാക്റ്റ് വെച്ചിട്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്കറിയാം, ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതാണിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് നമ്മുടെ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിന് ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് വന്ന് മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെവിടെ മീറ്റ് ചെയ്താൽ മതി, ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ട് എയ്തർ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ സൂം മീറ്റ് വഴിയോ അങ്ങനെ ഏത് ഇലക്ട്രോണിക് മീഡിയംസ് യൂസ് ചെയ്തിട്ടും അവർക്ക് എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റ് ഫോർമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനൊക്കെ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്റ്റിൻ്റെ പൊസിഷനും അതിൻ്റെ വാലിഡിറ്റിയും ഒക്കെ ത്രൂ ഇലക്ട്രോണിക്കലി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്ട്രോണിക് കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കുറച്ച് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് കോൺട്രാക്ട്സ് ഉണ്ട്, ഇതൊന്ന് നോക്കി വെച്ചോളാം. ഇലക്ട്രോണിക് കോൺട്രാക്ട്സിൻ്റെ ടൈപ്സ്, അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ക്ലിക്ക് ഓർ വെബ് റാപ്പ് അഗ്രിമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ക്ലിക്ക് ഓർ വെബ് റാപ്പ് എഗ്രിമെൻറ്റ്സ്. നോർമലി നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും പരിചയമുള്ളൊരു ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് കോൺട്രാക്ട്സ് ആണ് ഈ പറയുന്ന ക്ലിക്ക് ഓർ വെബ് റാപ്പ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വെബ് ബേസ്ഡ് കോൺട്രാക്ട്സിന് അപ്രൂവൽ ഓർ അസെൻറ്റ് ഓഫ് ദ യൂസർ ഇസ് മെയ്ഡ് ബൈ ക്ലിക്കിംഗ് ആൻഡ് എഗ്രി ഓർ ഓക്കെ. നോർമലി നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു പർട്ടിക്കുലർ കാര്യം എഗ്രി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ നമുക്ക് ജസ്റ്റ് ഒരു എഗ്രി അല്ലെങ്കിൽ ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും, വാലിഡേറ്റ് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏത് നമുക്കിപ്പം ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജസ്റ്റ് ഒരു എഗ്രി അല്ലെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ പ്ലേസ്ഡ് ആവും. അതുപോലെ നമുക്കിപ്പം ഒരു മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് ഡെബിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അതുപോലെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. നോർമലി നമ്മുടെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് വരും. അവിടെ എന്താണ്, നമ്മൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നു, അവർ പറയുന്ന കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രി ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു എഗ്രി അല്ലെങ്കിൽ ഒരു ഓക്കെ, ഈ ഒരു സംഭവം കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കോൺട്രാക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലിക്ക് ഓർ വെബ് റാപ്പ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. നോർമലി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും അതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ജസ്റ്റ് ബൈ ക്ലിക്കിങ് ആൻഡ് ഓക്കെ അല്ലെങ്കിൽ ഒരു എഗ്രി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയണേ, ക്ലിക്ക് ഓർ വെബ് റാപ്പ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബ്രൗസ് റാപ്പ് എഗ്രിമെൻറ്റ്സ് ആണ്. ബ്രൗസ് റാപ്പ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് out of the continued use of a website by a user where this type of agreement is embedded in the website. The user, by using a website, gives his or her assent to the agreement. This type of agreement is less enforceable as the user has not explicitly condensed the agreement. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ OS എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അപ്പോൾ ഈ ഒരു OS നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ കാലം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്, ഒരു വെബ്സൈറ്റ് പോയി നോക്കുന്നുണ്ട്, അതിലുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ അറിയാം, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എവിടെയും പോയിട്ട് ഓക്കെ സൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ യൂസേജ് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു എൻഫോഴ്സിബിൾ ആയിട്ടുള്ള, അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അവരും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് കയറാം ഇറങ്ങാം. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ നമ്മൾ ബ്രൗസ് റാപ്പ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയും. പക്ഷേ അത് ലെസ് എൻഫോഴ്സിബിൾ ആണ്. ഇൻ കേസ് വൺസ് എപ്പോഴെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റ് കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് എവിടെയും പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ കാരണം നമ്മളും അവരുമായിട്ട് ഡയറക്റ്റായിട്ട് ദർ ഇസ് നോ കോൺട്രാക്റ്റ്. ഇനി അടുത്തത് വരുന്നത് ഷ്രിങ്ക് റാപ്പ് എഗ്രിമെൻറ്റ്സ് ആണ്. ഷ്രിങ്ക് റാപ്പ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് കോമൺലി യൂസ്ഡ് വെൻ buying software products. The agreement is attached to the software, and as and when the person purchases a software and opens it, it
treated that he is agreed the terms and conditions of that software. അപ്പോൾ നോർമലി ഷ്രിങ്ക് റാപ്പ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത് നോർമലി അറ്റാച്ച്ഡ് വിത്ത് സോഫ്റ്റ്വെയറിലാണ് എപ്പോഴും ഉണ്ടാവുക. അതായത് സോഫ്റ്റ്വെയർ ബൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിൽ ലിങ്ക് ചെയ്തിട്ടുള്ള കോൺട്രാക്ട്സ് ആണ്. വൺസ് നമ്മളൊരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തു, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പോൾ എനി കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ പർട്ടിക്കുലർ ഒരു ഡിവൈസിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അതിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ ദർ ഇസ് എ കോൺട്രാക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് പ്രത്യേകിച്ച് ഒരു ആക്ഷനും നമ്മൾ ചെയ്യേണ്ട, ജസ്റ്റ് ഓപ്പൺ ദാറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെസസറി പെർമിഷൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഷ്രിങ്ക് റാപ്പ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നതും ഈ പറയുന്ന നോർമലി ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, അടുത്തത് സ്ക്രോൾ റാപ്പ് എഗ്രിമെൻറ്റ്സ് ആണ്. The user can use the website only by scrolling the whole agreement when the agreement is known as scroll wrap agreement. In this case, scrolling the agreement is the consent of the user. If the user is not accepting the terms and conditions of the agreement, he has an option to reject the agreement. അടുത്തത് സ്ക്രോൾ റാപ്പ് എഗ്രിമെൻ്റ് ആണ്. ഈ പറയുന്ന സ്ക്രോൾ റാപ്പ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ചില വെബ്സൈറ്റിൽ എന്താണ് നമുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റിൽ മുഴുവനും താഴെ വരെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് മൊത്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് പേജും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തു, അവരുമായിട്ടുള്ള കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ തരത്തിലുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ സ്ക്രോൾ റാപ്പ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയാം. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് സൈൻ ഇൻ റാപ്പ് എഗ്രിമെൻറ്റ്സ് ആണ്. അപ്പോൾ സൈനിങ് റാപ്പ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഈ കോൺട്രാക്റ്റിൻ്റെ ടൈപ്പ് തന്നെയാണ്. ദ യൂസർ ആക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബൈ സൈനിങ് ഇൻ ടു ആൻ ഓൺലൈൻ സർവീസ് ഓർ പ്രൊഡക്റ്റ്. ഇറ്റ് ടേക്ക് പ്ലേസ് ത്രൂ എ സ്പെസിഫിക് ആക്ഷൻ സച്ച് ആസ് ക്ലിക്കിംഗ് ഓൺ എ സൈൻ ഇൻ ബട്ടൺ ബിഫോർ യൂസിങ് എ വെബ്സൈറ്റ് ഓർ ആപ്ലിക്കേഷൻ. ഇത് നോർമലി നമ്മൾ കാണുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സൈൻ ഇൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വൺസ് നിങ്ങൾ ഫോണിൽ യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്കൂട്ട് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂട്യൂബ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസും കുറേ വെബ്സൈറ്റ്സും ഉണ്ട് നമ്മളെ കൊണ്ട് സൈൻ ഇൻ ചെയ്യിപ്പിച്ചിട്ട് അതിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കാം. അപ്പോൾ വൺസ് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ആ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സൈൻ ഇൻ റാപ്പ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സൈബർ സ്പേസ് എന്താണെന്നുള്ളതാണ്. സൈബർ സ്പേസ് is an electronic medium through which information is created, transmitted, received, stored, processed and deleted. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിൻ്റെയൊക്കെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്ച്വലി സൈബർ സ്പേസ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ആൻഡ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇലക്ട്രോണിക് മീഡിയം, ഇതൊക്കെ നടക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ഇലക്ട്രോണിക് മീഡിയം വെച്ചിട്ടാണ്, ബൈ കണക്റ്റിംഗ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ ഷോർട്ട്, സൈബർ സ്പേസ് ഈസ് ദാറ്റ് ഇൻ വിച്ച് ദ ഇൻ്റർനെറ്റ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈസ് കമ്പൈൻഡ് വിച്ച് അലൗസ് ദ റെക്കോർഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ സൈബർ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. അത് എന്തിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടു റെക്കോർഡിങ്സ്, ടു സ്റ്റോർ, ടു റിട്രീവിങ്, ദാറ്റ് ഇസ് നമുക്ക് എന്താ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും, ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്കറിയാം സൈബർ സ്പേസിനെ നോർമലി നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻസ് ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഹ്യൂമൻ ബ്രെയിൻസിൽ എന്തുണ്ട്, ദാറ്റ് ഈസ് ബില്യൺസ്. ഞാനിവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന സ്പെല്ലിങ്ങിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, ദാറ്റ് ഈസ് ബില്യൺസ് എന്നാണ്, ഞാൻ ബ്രില്യൻസ് എന്നാണ് ടൈപ്പ് ചെയ്ത് പോയിട്ടുള്ളത്, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ബില്യൺസ് ഓഫ് നെർവ് സെൽസ്, ഇഷ്ടം പോലെ എന്തുണ്ട്, നെർവ് സെൽസ് ഉണ്ട് നമ്മുടെ തലച്ചോറിൽ. അത് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള പണികളാണ് ഈ നെർവ് സിസ്റ്റംസ് നമുക്ക് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ന്യൂറോൺസിൻ്റെ പണി എന്താണ്, ടു സെൻഡ് ആൻഡ് റിസീവ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി, അല്ലേ, നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്
ഇൻഫർമേഷൻസ് നേരെ ബ്രെയിനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടേക്കുള്ള ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യുന്നു എന്നുള്ള പണികളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹോൾ ബോഡീനെ ഇവർ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് സൈബർ സ്പേസും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഓർ ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സൈബർ സ്പേസ് എന്ന് പറയുന്നത്. സോ സൈബർ സ്പേസിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ നമുക്കറിയാം എന്തുണ്ട്, നെറ്റ്വർക്ക്സ് ഉണ്ട്, ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് ഉണ്ട്. സൈബർ സ്പേസിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതിനകത്തുണ്ട്, അതുപോലെ സെർവേഴ്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്, അതുപോലെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഈ പറയുന്ന സൈബർ സ്പേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇൻ്റർ കണക്റ്റഡ് ഡിവൈസസിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്, ഇൻ്റർനെറ്റാണ്. പിന്നെ അതിൽ കൂടെ സെൻഡ് ചെയ്യുന്ന ഡാറ്റ, ദെൻ ദർ ആർ സം ഹാർഡ്വെയർസ്, ദെൻ സോഫ്റ്റ്വെയർസ്, അതുപോലെ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു കൺട്രോൾ ഈ പറയുന്ന ഇൻഫർമേഷൻസ് പാസേജിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്, ദർ ആർ സർട്ടൻ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതിനെ നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയാം. ദെൻ ലാസ്റ്റ് വൺ വരുന്നത് യൂസേഴ്സ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, വാട്ട് ആർ ദി കോമ്പോണൻറ്റ്സ് ഓഫ് സൈബർ സ്പേസ് എന്നുള്ളത്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് സൈബർ ക്രൈം. Cyber crime refers to illegal activities carried out using computer and internet. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെയും നമ്മൾ എന്ത് പറയും, സൈബർ ക്രൈം എന്ന് പറയും. നോർമലി എ ക്രൈം അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ ബൈ മീൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ഇസ് കോൾഡ് സൈബർ ക്രൈം. ഒരിക്കലും സൈബർ ക്രൈം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന് മാത്രമേ ബാധകമുള്ളൂ എന്നില്ല. ഓർഗനൈസേഷനെതിരെയും കമ്പനീസിനെതിരെയും ഒക്കെ ചെയ്യുന്ന ക്രൈംസിനെയൊക്കെ നമ്മൾ അത് ത്രൂ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് സൈബർ ക്രൈം എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ പറയുന്ന സൈബർ ക്രൈം ചെയ്യുന്ന ആളുടെ മെയിൻ ഒരു വെപ്പൺ എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവരുടെ സ്കിൽഡ് പേഴ്സൺസ് ആയിരിക്കും. ഈ പറയുന്ന ഏത് സൈബർ ക്രൈം എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പുറകിലിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് വെരി സ്കിൽഡ് പേഴ്സൺസ് ആയിരിക്കും. ആൻഡ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നെറ്റ്വർക്ക്സിനെ കുറിച്ചിട്ടും അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ഡിവൈസസിനെ കുറിച്ചിട്ടും എന്തുണ്ട്, തറോലി അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾക്കാരായിരിക്കും ഈ ചെയ്യുന്ന സൈബർ ക്രൈംസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ഹൈലി ടാലൻറ്റഡ് ആയിരിക്കും, ഹൈലി ടെക്നിക്കൽ നോളജുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും സൈബർ ക്രൈംസ് നോർമലി ക്യാരി ഔട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ് ആണ്. ഇതും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നോർമലി ചോദിക്കാറുള്ളൊരു പോർഷനാണ് വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് സൈബർ ക്രൈം എന്നുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് ഈസ് ദ അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടേഴ്സ് ഓർ നെറ്റ്വർക്ക്സ് ഇൻ ഓർഡർ ടു സ്റ്റീൽ ദെയർ ഡാറ്റ, ഡിസ്ട്രപ്റ്റ് ഓപ്പറേഷൻസ് ഓർ ഡാമേജ് കമ്പ്യൂട്ടേഴ്സ്. നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് പരിചയമുള്ളൊരു വേർഡാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നെറ്റ്വർക്ക്സിൽ എന്താണ് നെറ്റ്വർക്ക്സിലേക്ക് ആക്സസ് ചെയ്യുക. അതായത് നമുക്ക് പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അൺഓതറൈസ്ഡ് ആയിട്ട് എൻ്റർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ഡാറ്റ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻസിനെ ഡിസ്ട്രാക്ട് ചെയ്യാനോ അതുപോലെ കമ്പ്യൂട്ടേഴ്സിന് ഡാമേജ് വരുത്താനോ ഇങ്ങനെ പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യാറുണ്ട്, ഹാക്കിംഗ് ചെയ്യാറുണ്ട്. ഈ പറയുന്ന നോർമലി ചെയ്യുന്നത് ഡാറ്റ ആൾട്ടർ ചെയ്യാൻ, ഡാറ്റ സ്റ്റീൽ ചെയ്യാൻ, അതുപോലെ ഡാറ്റ ഡിലീറ്റ് ചെയ്യാനൊക്കെയാണ് ഈ പറയുന്ന ഹാക്കിംഗ് ചെയ്യാറുള്ളത്. പറയുന്ന ഹാക്കേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്, അങ്ങനെ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്, അങ്ങനെ പലതരം ഹാക്കേഴ്സ് ഉണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് നോക്കേണ്ടാത്തതുകൊണ്ട് അതൊന്നും നമ്മളിവിടെ പറയണില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറയുന്നത് ട്രിക്കിംഗ് പീപ്പിൾ into giving away personal information or corporate data such as usernames, passwords and home addresses, credit card details, etc. Fraudulent email, website and text messages are used by cyber criminals to achieve this. അപ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, പേഴ്സണൽ ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്തെടുക്കുന്ന പരിപാടിയെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. പറയുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവരുടെ യൂസർ നെയിം, പാസ്വേഡ്സ്, ഹോം അഡ്രസ്സസ്, ഇങ്ങനത്തെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും വിധേന കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. Identity theft is the fraudulent practice of using another person's name and personal information in order to obtain credit, loans and bank account, etc. etc.
അപ്പോൾ പറയുന്ന ഈ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ഡീറ്റെയിൽസ് യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് മിസ്യൂസ് ചെയ്യാൻ ആക്ച്വലി ചെയ്യുന്നത്, മിസ്യൂസ് ചെയ്യുക. ഈ പറയുന്ന എനി ക്രിമിനൽ പർപ്പസിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ പേഴ്സണൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് മറ്റ് പല ക്രിമിനൽ ആക്ടിവിറ്റീസും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയാം. പിന്നെ സൈബർ ബുള്ളിയിങ് ആണ്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ഒരു പേഴ്സണെ എന്ത് ചെയ്യുന്നു, ബുള്ളി ചെയ്യുന്നു. ദാറ്റ് ഈസ് ടിപ്പിക്കലി അവർക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യുക, അവരെ ത്രെറ്റൻ ചെയ്യുക, അതുപോലെ അവരെ എന്താണ് ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജസ് അയക്കുക, അവരെ ഭയങ്കര മോശക്കാരാക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് ഫോർവേഡ് ചെയ്യുക, അവരെക്കുറിച്ചുള്ള ഫേക്ക് ന്യൂസസൊക്കെ സെൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഇങ്ങനെ പിന്തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അവരെ ഹ്യൂമിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ സൈബർ ബുള്ളിയിങ് എന്ന് പറയും. പ്രൈവറ്റ് മെസ്സേജസ് ഒക്കെ പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ സൈബർ ബുള്ളിങ്ങിൽ നമ്മൾ വരുന്നുണ്ട്. അപ്പം നോർമലി ഫിലിം സ്റ്റാർസിനൊക്കെയാണ് പൊതുവേ സൈബർ ബുള്ളിങ് ഒക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നോർമലി ഏത് പേഴ്സൺസും ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ മെസ്സേജ് സോഷ്യൽ മീഡിയയിലോ അങ്ങനെ എവിടെയെങ്കിലും ഇടുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു വീഡിയോ മെസ്സേജ് എന്ത് തന്നെ ആയാലും അതിൻ്റെ താഴെ കുറേ എന്താണ് ബുള്ളിയിങ് കമൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ഒരു കമ്മിങ് അണ്ടർ സൈബർ ക്രൈമാണ്. പിന്നെ മാൽവെയർ അറ്റാക്സ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് മറ്റ് സോഫ്റ്റ്വെയർസിന് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസസിനെ കേടുവരുത്തുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ഡിസൈൻ ചെയ്യുക. എന്നിട്ട് കമ്പ്യൂട്ടറിനെയോ സെർവറിനെയോ ക്ലയൻറ്റിനെയോ നെറ്റ്വർക്ക്സിനെയോ ഒക്കെ ഡാമേജ് വരുത്തുന്ന സംഭവമാണ് ഈ പറയുന്ന മാൽവെയർ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക്സിനെ തകരാറിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക, അത് അവരുടെ സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തം അവരുടെ സിസ്റ്റം ഡാമേജ് ആവാനത് കാരണമാവാറുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഡെയിലി ആയിട്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഓൺലൈൻ ഫ്രോഡ് എന്ന് പറയുന്നത്. നോർമലി ഓൺലൈൻ സർവീസസ് സോഫ്റ്റ്വെയർസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതുപോലെ ആൾക്കാരെ പറ്റിച്ചു കൊണ്ടുപോകുക, അവരുടെ പണം അപഹരിച്ചു കൊണ്ടുപോകുക, അതുപോലെ ഫിഷിംഗ് നടത്തുക, ഹാക്കിംഗ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓൺലൈൻ ഫ്രോഡ് ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി കണ്ടുവരുന്ന സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ദ വേസ് ഓഫ് പ്രൊട്ടക്ഷൻ ഫ്രം സൈബർ ക്രൈം ആണ്. വൺസ് സൈബർ ക്രൈം ഉണ്ടായിട്ട് പരിഹാരം കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, അത് സൈബർ ക്രൈം വരാതിരിക്കാനുള്ള കുറേ മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. നോർമലി ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിമെമ്പർ ഇവരുടെ സിസ്റ്റംസ് തന്നെ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നമ്മളെ പാസ്വേഡ്സൊക്കെ നോർമലി സ്ട്രോങ് പാസ്വേഡ്സ് ആക്കുക. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് സ്ട്രോങ് പാസ്വേഡ്സ്. പിന്നെ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോണാണെങ്കിലും എന്ത് ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പുതിയ പുതിയ സെക്യൂരിറ്റി ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആവുക എവിടെ നിന്നാണ്, പുതിയ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, പുതിയ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് എപ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് ആക്കി വയ്ക്കുക. പിന്നെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസ്, ഇപ്പം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഡിവൈസൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണതെങ്കിൽ അതിലെന്ത് കൊണ്ടുവരിക, ഒരു ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ കൊണ്ടുവരിക. പിന്നെ സോഷ്യൽ മീഡിയ സെറ്റിങ്സ് നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. നോർമലി ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോർമാറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ അതിലെന്തുണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് ഹൗ ടു പ്രൊട്ടക്റ്റ്. നമ്മൾക്ക് വേണ്ട സെക്യൂരിറ്റി മെഷേഴ്സ് അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ സെറ്റിങ്സ് തറോലി നമ്മൾ വായിച്ചു നോക്കുക. എന്നിട്ട് സെറ്റിങ്സൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ സ്പാം കോൾസ് അതുപോലെ ഇമെയിൽസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കെയർഫുള്ളായിട്ട് റെസ്പോണ്ട് ചെയ്യുക. നമുക്ക് മനസ്സിലാവുന്ന വരുന്നത് സ്പാം കോളാണോ സ്പാം മെസ്സേജ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെയുള്ള ഡിവൈസസ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരുന്ന മെസ്സേജസിനും ഇമെയിൽസിനൊന്നും കാണുന്നപാടെ റിപ്ലൈ കൊടുക്കാതെയും അങ്ങനെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒരു അൺനോൺ പേഴ്സൺസിനും എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും എന്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആയാലും മെസ്സേജ് അയക്കുന്ന ഒരാൾക്ക് അപ്പം തന്നെ നമ്മുടെ കംപ്ലീറ്റ് പേഴ്സണൽ ഇൻഫർമേഷൻസും ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളായിട്ട് തന്നെ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സൈബർ ക്രൈമിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറച്ച് വേയ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതല്ലാണ്ട് ഒരുപാട് വേയ്സ് ഉണ്ട്, നമ്മൾ ആഡ് ഓൺ ചെയ്ത് എഴുതിയാലും മതി.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് സൈബർ ക്രൈം എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ബ്രീഫ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് വലിയ ചാപ്റ്ററാണ്, പക്ഷേ ബ്രീഫ് ചെയ്തിട്ട് കുറച്ച് ഇൻഫർമേഷൻസൊക്കെ കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.